ഹായ് ഓൾ. നമ്മുടെ ഈ ഒരു TRC കാർഡ്, അതായത് ഒയ്ബ് കാർഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ക്രൊയേഷ്യയിൽ താമസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം നമുക്ക് ഈ കാർഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, കാർഡിൻ്റെ ആവശ്യകത, ഈ കാർഡ് മെയിനായിട്ട് നമുക്ക് നമ്മുടെ ഇവിടുത്തെ റെക്കോർഡ് കാര്യങ്ങൾ, അതുപോലെ നാട്ടിൽ പോയി വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു വിസ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഈ ഒയ്ബ് കാർഡ് എന്ന് പറയുന്നത്. അതിലുപരി നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഇത് കൊണ്ടുള്ള ഉപയോഗം എന്നുള്ളതൊന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ റെസിഡൻസ് ആണത്. നമ്മുടെ റെസിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒയ്ബ് നമ്പർ, എന്തായാലും ഈ ഒയ്ബ് കാർഡ് വേണം. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ കുറച്ച് ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥലം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒയ്ബ് നമ്പരും ഒയ്ബ് കാർഡും വേണം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ. ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പല ബാങ്കിനും പല പ്രോസസ്സാണ്. അപ്പം അത് ഓരോ ബാങ്കിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് ഒയ്ബ് കാർഡ് വേണം. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഫോണിനൊരു സിമ്മ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ ഇപ്പം നിങ്ങൾക്ക് സ്ഥിരമായിട്ടൊരു സിമ്മ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒയ്ബ് കാർഡ് കൊടുത്തേ മതിയാവുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്ടിലിറ്റി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒയ്ബ് കാർഡ് വേണം. പിന്നെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ തന്നെ ഒരു സ്റ്റേറ്റിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് സൈനപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഈ പറയുന്ന പോലെ ഒയ്ബ് കാർഡ് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്നുള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും അതിനും ഒയ്ബ് കാർഡ് ആവശ്യമുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൊയേഷ്യൻ ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാർഡ് വേണം. അതുപോലെ തന്നെ നമ്മുടെ ഒയ്ബ് നമ്പറും ടാക്സ് നമ്പറും സെയിം ആണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പം ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒയ്ബ് കാർഡ് ആവശ്യമാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള എന്ത് റെക്കോർഡിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിലും അവർ ചോദിക്കുക നമ്മുടെ ഈ കാർഡ് തന്നെയാണ്. നമ്മുടെ ഒയ്ബ് കാർഡെന്ന് പറഞ്ഞാൽ അതില്ലാതെ നമുക്കിവിടെ ഒരു പരിപാടിയും നടക്കില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ EOR EEA, അത് ഈ പെറ്റുള്ളവർക്കാണ്. അപ്പോൾ പെറ്റുള്ളവർക്ക് അതിൻ്റെ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒയ്ബ് കാർഡ് ആവശ്യമാണ്. അത് ഇപ്പം നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങൾ സിം എടുക്കുക, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. പിന്നെ നമുക്ക് എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പം ഈവൻ ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലും ചോദിക്കും. ഇപ്പോൾ ഇൻഷുറൻസ് കാർഡ്, നമ്മുടെ ഈ സ്റ്റേറ്റ് ഇൻഷുറൻസ് കാർഡ് നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒയ്ബ് കാർഡ് കൊടുത്താൽ മതി. അവർക്ക് നമ്മുടെ ഇൻഷുറൻസ് നമ്പരെല്ലാം എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ എന്ത് കാര്യത്തിനും വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഒയ്ബ് കാർഡ്. ആദ്യമായിട്ടൊക്കെ വരുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ, ഇപ്പം ചിലപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസയ്ക്ക് കുറച്ചുകൂടിയൊക്കെ 1 മന്ത് വാലിഡിറ്റി ഒക്കെ ബാലൻസ് നിൽക്കുന്നുണ്ടാവും. പക്ഷെ ലാഗൊന്നും അടിച്ച് നിൽക്കാതെ എത്രയും പെട്ടെന്ന് പോയിട്ട് ഒയ്ബ് കാർഡ് എടുത്ത് സേഫ് ആവാൻ നോക്കുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് മെയിനായിട്ട് അറിയാവുന്നത്. കോമൺ ആയിട്ട് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഒട്ടുമിക്ക കാര്യങ്ങൾക്ക് എവിടെ പോയാലും നമുക്ക് ഈ ഒയ്ബ് കാർഡ് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും ബൈ.